ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന സ്ഥലത്തെ പറ്റിയാണ്. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ കല്ലുവാതക്കലിലാണ് കേരളത്തിലെ ആദ്യ കബഡി പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ കല്ലുവാതക്കലിലാണ് കേരളത്തിലെ ആദ്യ കബഡി പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിയെ പറ്റിയാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് പോലീസ് സേനയിലുള്ളവർക്ക് മാത്രമായിട്ട് പ്രത്യേകം കോവിഡ് ചികിത്സാ കേന്ദ്രം നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായി പോലീസ് സേനയിലുള്ളവർക്കായിട്ട് കോവിഡ് ചികിത്സാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്, ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ പുരസ്കാരം. 2020 ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജി വിജയരാഘവനാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ പുരസ്കാരം 2020 ലഭിക്കുന്നത് ആർക്കാണ്? ഡോക്ടർ ജി വിജയരാഘവനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് കുടുംബശ്രീയാണ്. അഭ്യസ്ത വിദ്യരായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അവർക്ക് വേണ്ട പരിശീലനം നൽകുന്നതിനായിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം ആരംഭിക്കുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക് എന്നുള്ളത്. ഓർമ്മിച്ചു വെച്ചിരിക്കുക, അഭ്യസ്ത വിദ്യരായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ട പരിശീലനം നൽകുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പരിശീലന പദ്ധതിയാണ് കണക്ട് ടു വർക്ക് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗുരുവായൂരിനെ പറ്റിയാണ്. കേന്ദ്ര സർക്കാർ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ പദ്ധതിയായ പ്രസാദ് പിൽഗ്രിമേജ് റെജുവേഷൻ ആൻഡ് സ്പിരിച്വൽ ഓഗ്മെന്റേഷൻ ഡ്രൈവ്, ഈ പദ്ധതി പ്രകാരം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ 2020 നവംബറിൽ നിലവിൽ വന്നത് ഗുരുവായൂരിലാണ്. ഓർമ്മിച്ചു വെച്ചിരിക്കുക, കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രസാദ് സ്കീം പ്രകാരം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ 2020 നവംബറിൽ നിലവിൽ വന്നത് എവിടെയാണ്? ഗുരുവായൂരിലാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ടൂറിസം അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ശ്രീ പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ വൺ ഡേ ഇന്റർനാഷണൽ റാങ്കിംഗ്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതിൽ പുരുഷ വിഭാഗത്തിൽ മികച്ച ബാറ്റ്സ്മാനായിട്ട് മാറിയിരിക്കുന്നത് ഇന്ത്യൻ ടീം ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയാണ്. അതുപോലെ മികച്ച ബൌളറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസിലൻഡിന്റെ ട്രെന്റ് ബോൾട്ട് ആണ്. അതുപോലെ മികച്ച രണ്ടാമത്തെ ബൌളർ ഇന്ത്യക്കാരനായ ജസ്പ്രീത് ബുംറയാണ്. അതുപോലെ മികച്ച ടീം വൺ ഡേ ഇന്റർനാഷണലിലെ മികച്ച ടീമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്. മികച്ച രണ്ടാമത്തെ ടീം ഇന്ത്യയാണ്. അപ്പോ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ODI റാങ്കിംഗ്സിൽ പുരുഷ വിഭാഗത്തിൽ മികച്ച ബാറ്റ്സ്മാൻ ആരാണ്? വിരാട് കോഹ്ലിയാണ്. മികച്ച ബൌളർ ന്യൂസിലൻഡ് താരം ട്രെന്റ് ബോൾട്ട് ആണ്. മികച്ച ടീം ഇംഗ്ലണ്ടാണ്. അതുപോലെ വനിതാ വിഭാഗത്തിൽ മികച്ച ടീമായിട്ട് മാറിയിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. രണ്ടാമത്തെ ടീം ഇന്ത്യയാണ്. അതുപോലെ മികച്ച ബാറ്റ്സ്വുമൺ ഓസ്ട്രേലിയയുടെ മെഗ് ലാനിംഗ് ആണ്. അതുപോലെ മികച്ച ബൌളർ ഓസ്ട്രേലിയയുടെ തന്നെ ജസ് ജൊനാസൻ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം മെർലിൻ സാമുവൽസിനെ പറ്റിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും 2020 നവംബറിൽ വിരമിച്ച താരമാണ് മെർലിൻ സാമുവൽസ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിനെ പറ്റിയാണ്. ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പായ അതുപോലെ ന്യൂട്രീഷൻ ബ്രാൻഡായ വെൽവേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായിരിക്കുന്നത് യുവരാജ് സിംഗ് ആണ്. അപ്പോൾ 2020 നവംബറിൽ ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പായ വെൽവേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരാണ്? മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ആണ്. അതുപോലെ തന്നെ മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ ആകാശ് എഡ്യൂക്കേഷൻ സർവീസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായിരിക്കുന്നതും യുവരാജ് സിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഒരു സൂചികയാണ്. അതിന്റെ പേര് നാഷൻ ബ്രാൻഡ് ഇൻഡെക്സ് എന്നാണ്. ഓരോ രാജ്യങ്ങളെയും റാങ്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് നാഷൻ ബ്രാൻഡ് ഇൻഡെക്സ്. മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ ഇപ്സോസും അതുപോലെ തന്നെ സിമോൺ ആൻഡ് ഹോൾട്ടും ചേർന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ് നാഷൻ ബ്രാൻഡ് ഇൻഡെക്സ്. 2020 നാഷൻ ബ്രാൻഡ് ഇൻഡെക്സിൽ ആകെയുള്ള രാജ്യങ്ങൾ 50 ആണ്. ഇതിൽ ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നത് ജർമ്മനിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 34 ആണ്. ഓർമ്മിച്ചു വെച്ചിരിക്കുക, നാഷൻ ബ്രാൻഡ് ഇൻഡെക്സിൽ 2020 ഇന്ത്യയുടെ സ്ഥാനം 34 ആണ്. ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ജർമ്മനിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരിനെ പറ്റിയാണ്.
2020 ഡിസംബർ മുതൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് COVID-19 കോൺടാക്ട് ട്രേസിംഗ് ആപ്ലിക്കേഷൻ നിർബന്ധമാക്കിയ രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യുക, കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ലോക്ഡൌൺസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് COVID-19 കോൺടാക്ട് ട്രേസിംഗ് ആപ്ലിക്കേഷൻ നിർബന്ധമാക്കിയ രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. സിംഗപ്പൂരിന്റെ ക്യാപിറ്റൽ സിംഗപ്പൂർ സിറ്റി തന്നെയാണ്. സിംഗപ്പൂരിന്റെ കറൻസി സിംഗപ്പൂർ ഡോളറാണ്. സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ഹലീമ യാക്കൂബാണ്. പ്രധാനമന്ത്രി ലീ സെയിൻ ലൂങ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു നാവികാഭ്യാസമാണ്. അതിന്റെ പേര് കാരറ്റ് ബംഗ്ലാദേശ് 2020 എന്നാണ്. കാരറ്റിന്റെ ഫുൾ ഫോം കോഓപ്പറേഷൻ എഫ്ലോട്ട് റെഡിനെസ് ആൻഡ് ട്രെയിനിങ് എന്നാണ്. 2020 നവംബറിൽ അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ നടത്തുന്ന നാവികാഭ്യാസമാണ് കാരറ്റ് ബംഗ്ലാദേശ് 2020 എന്നുള്ളത്. ഓർമ്മിച്ച് വെച്ചിരിക്കുക, 2020 നവംബറിൽ ബംഗ്ലാദേശും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ നടത്തുന്ന നാവികാഭ്യാസമാണ് കാരറ്റ് ബംഗ്ലാദേശ് 2020 എന്നുള്ളത്. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് ബോംഗോ സാഗർ. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള നാവികാഭ്യാസമാണ് ബോംഗോ സാഗർ. അതുപോലെ ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും തമ്മിൽ നടത്തുന്ന നാവികാഭ്യാസമാണ് മലബാർ എക്സർസൈസ് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയെ പറ്റിയാണ്. 2020 നവംബറിൽ വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പ അനുവദിച്ച സംസ്ഥാനമാണ് മേഘാലയ. ഓർമ്മിച്ച് വെച്ചിരിക്കുക, വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പ അനുവദിച്ച സംസ്ഥാനമാണ് മേഘാലയ. മേഘാലയയുടെ ക്യാപിറ്റൽ ഷില്ലോങ് ആണ്. മേഘാലയയുടെ മുഖ്യമന്ത്രി ശ്രീ കൊൺറാഡ് സാങ്മയാണ്. ഗവർണർ ശ്രീ സത്യപാൽ മാലിക് ആണ്. അതുപോലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫിലിപ്പീൻസിലെ മൺഡ്രുയങ് ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് മസറ്റ്സുഗു അസക്കാവയാണ്. അപ്പോ വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പ അനുവദിച്ച സംസ്ഥാനമാണ് മേഘാലയ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. പ്രസാർ ഭാരതിയുടെ CEO ആയ ശ്രീ ശശി ശേഖർ വെൺപതിയെ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികളുടെ മാർഗനിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രസാർ ഭാരതിയുടെ ചെയർമാനാണ് നിലവിൽ ശശി ശേഖർ വെൺപതി. അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതുപോലെ തന്നെ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികളുടെ മാർഗനിർദ്ദേശങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യുന്നതിനായിട്ട് അവലോകനം ചെയ്യുന്നതിനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് കൂടി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ പ്രകാശ് ജാവദേക്കർ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച ഒരു സംരംഭമാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ആരംഭിച്ച ഒരു സംരംഭമാണ്. അതിന്റെ പേര് പ്ലാസ്റ്റിക് ലാവോ മാസ്ക് ലേ ജാവോ എന്നതാണ്. പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നൽകിയിട്ട് പകരമായിട്ട് മാസ്കുകൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ആരംഭിച്ച സംരംഭമാണ് പ്ലാസ്റ്റിക് ലാവോ മാസ്ക് ലേ ജാവോ എന്നുള്ളത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കോവിഡ് പ്രതിരോധവും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ട് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ആരംഭിച്ച സംരംഭമാണ് പ്ലാസ്റ്റിക് ലാവോ മാസ്ക് ലേ ജാവോ എന്ന സംരംഭം. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഡെറാഡൂണും ഗൈർസെയിനുമാണ്. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. ഗവർണർ ശ്രീമതി ബേബി റാണി മൌര്യയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. ആഫ്രിക്കൻ രാജ്യമായ തൻസാനിയയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജോൺ മഗൂഫുലി. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ആഫ്രിക്കൻ രാജ്യമായ തൻസാനിയയുടെ പ്രസിഡന്റായിട്ട് 2020 നവംബറിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജോൺ മഗൂഫുലിയാണ്. തൻസാനിയയുടെ തലസ്ഥാനം ഡൊഡോമയാണ്. തൻസാനിയയുടെ കറൻസി തൻസാനിയൻ ഷില്ലിംഗ് ആണ്. തൻസാനിയയുടെ പ്രധാനമന്ത്രി കസീം മജാലിവയാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, തൻസാനിയയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? ജോൺ മഗൂഫുലിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. ആരംഭിച്ചിരിക്കുന്നത് ഈഗോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോ ഏഗോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഫ്ലിപ്കാർട്ട് വഴി ആരംഭിച്ച പുതിയൊരു ഇൻഷുറൻസ് പോളിസിയാണ് ലൈഫ് പ്ലസ് 36 ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ആ പേര് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ലൈഫ് പ്ലസ് 36 ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ആരംഭിച്ചിരിക്കുന്നത് ഏഗോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഏഗോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ഒരു ദിനമാണ്. എല്ലാ വർഷവും നവംബർ മാസം 5 വേൾഡ് സുനാമി അവയർനെസ് ഡേ ആയിട്ടാണ് നമ്മുടെ ആചരിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നവംബർ മാസം 5 വേൾഡ് സുനാമി അവയർനെസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 വിയോഗമാണ്. 2020 നവംബറിൽ അന്തരിച്ച സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനാണ് ശ്രീ പി ബിജു.
അതുപോലെ തന്നെ 2020 നവംബറിൽ അന്തരിച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് സതീഷ് പ്രസാദ് സിംഗ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. 2020 നവംബറിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത കേരള പോലീസ് സേനാ വിഭാഗം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 പ്രഥമ CV രാമൻ പിള്ള നോബൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.